അല്ല ഹായ് ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ ആർലോക്കിലെ കരിമീൻ വളർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പിടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ നേരത്തെ പിടിച്ചായിരുന്നു. അപ്പം അതൊന്നും അധികം വലുതായില്ലായിരുന്നു. ഇന്ന് വലുതായിട്ടുണ്ടെന്നാണ് വലുതായി കാണുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് പോകാം. വാ. അതേപോലെ നമ്മൾ വന്നപ്പോഴത്തേക്കിന് ഒരു കൊഞ്ച് കുളത്തിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ നിരച്ച് വന്നിട്ടുണ്ട്. തരക്കേടില്ലാത്ത കൊഞ്ചാണ്. അപ്പോൾ അതിനെ നമ്മുടെ ഭായി അങ്ങ് പിടിക്കാമെന്നും പറഞ്ഞിരിക്കുകയാണ്. കണ്ടോ, നിറച്ച് വരുന്നത് കണ്ടോ. കാരണം പിടിച്ചിട്ട് അകത്തിടാനായിട്ട്. അപ്പം അതിനെ പിടിക്കാനായിട്ട് ഒരു പാത്രം എടുക്കാനായിട്ട് ഭായി അങ്ങോട്ട് പോയിരിക്കുകയാണ്. കാരണം പിടിച്ച ഉടനെ ആ പാത്രത്തിലോട്ട് എടുത്ത് വെക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇറുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിനുവേണ്ടി ഭായി അങ്ങോട്ട് പോയിരിക്കണം. കണ്ടോ, അവൻ നല്ല സാധനം. ഞാൻ സൂം ചെയ്ത് നോക്കാം, കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടോ. അപ്പം ഭായി ഇപ്പം വരും. വന്ന ഉടനെ പെട്ടെന്ന് അവനെ കൈക്കിഞ്ഞ് പിടിക്കുക. നമ്മൾ കൂരുവല കൊണ്ടൊക്കെ പിടിക്കാമെന്ന് പറയാൻ ഭായി പറയാൻ അതൊന്നും വേണ്ട, ഞാൻ കൈക്ക് പിടിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം പിടിക്കുന്നത്. അല്ല അപ്പം മച്ചന്മാർ നമ്മളിത് വലയൊക്കെ ഇട്ട് 10 മിനിറ്റ് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് മീൻ വീഴാനായിട്ട്. നമ്മൾ അത്യാവശ്യം ഒന്ന് അനക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വേറൊന്നുമല്ല, ഭയങ്കര മഴയായിരുന്നു. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വല വലിക്കുമ്പോഴത്തേക്കിന് എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. കാരണം ഈ കുട വെച്ചെടുക്കാമെന്ന് വെച്ചാലേ നമ്മളെ ഇതിൻ്റെ മേളിൽ കൂടെ ചെറിയ നെറ്റ് അവരിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നെറ്റ് ഒരു ശകലം നമുക്ക് അസൗകര്യമാണ്. എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റുന്ന വീഡിയോ നമ്മൾ എടുക്കും. കരിമീനാണ്, നല്ല കിടുക്കൻ കരിമീൻ, കാണേണ്ടതാണ്. നമുക്ക് വല വലിക്കുമ്പോൾ അറിയാം. അത്യാവശ്യം വീണിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം നമുക്ക് പയ്യെ വലിക്കാൻ തുടങ്ങാം. മറ്റേ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പയ്യെ വലിക്കുക. കാരണം അധികം നേരം കടന്നു കഴിഞ്ഞാൽ നമ്മുടെ മീൻ ചിലപ്പം ചത്തുപോകാൻ ചാൻസ് ആണ്. അപ്പം വലയിലല്ലേ, നമ്മുടെ വല ഫുള്ള് തീർന്നില്ല. അത് കാരണം ചെയ്യാം. അപ്പം നമുക്ക് പയ്യെ തുടങ്ങാം. അപ്പം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എടുക്കുന്നത് മഴയാണ്. അപ്പം മൊബൈലിലാണ്, നമുക്ക് ക്യാമറ ഒന്നുമില്ല, ഓവറായും കാര്യങ്ങളൊന്നും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ മഴയൊന്നും നമുക്ക് വിഷയമില്ലായിരുന്നു. നമുക്ക് പയ്യെ തുടങ്ങാം. ഓക്കെ, തുടങ്ങാം. എന്തെങ്കിലും കാണും, ആയിരിക്കത്തില്ല. കാരണം ക്ലീനൊക്കെ പിന്നെ ക്ലീൻ ചെയ്യാം. കാരണം ഇപ്പം ക്ലീൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ छोटा है ऐसा है ചെറുതാണ് നമുക്കിത്. ചെയ്യേ देखो दो ഉണ്ടോ. നോക്കുന്നുണ്ടായേ
എടുക്ക സാധനം. ഇല്ല ഓണായില്ല കേക്കോ. അപ്പം അടുത്ത് മച്ചാമല അടുത്തത് അടുത്തത് എടുത്തു കഴിഞ്ഞേ ഇത് കാണിക്കാം. നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് ഇത് കണ്ടോ കിടക്കുന്ന സാധനം. ഇത് കണ്ടോ കരുവനാ. നമ്മൾ ചെറുതിനെ എല്ലാം അങ്ങ് വിടുവാണ്. വലുത് അത്യാവശ്യം ഇത് ശാലം ചെറുതാണ്, അതും കുഴപ്പമില്ല. തീരെപ്പൊടിയേ വിടുക. ഇതല്ല അല്ലോ നമുക്കിപ്പം കിട്ടിയതാണ്. ഈ മഴ പെയ്തപ്പോഴത്തേക്കിനെ രക്ഷയില്ല. നമുക്ക് മൊബൈൽ പിടിക്കാൻ പാടായിരുന്നു. അതുമല്ല ഇതിൻ്റെ അടിയിലേ ഇതിൻ്റെ മേളിൽ അവർ നെറ്റ് ഇട്ടിട്ടുണ്ട്. അടുത്ത സാധനം നോക്കാം. ആ നെറ്റ അങ്ങ് താഴെ പോയി. അത് കാരണം നമുക്ക് എടുക്കാനും പാടാ. ഇത് കണ്ടോ എവിടെയും കിടപ്പുണ്ട്. നമുക്കേ ഫുള്ള് എടുത്ത് കഴിച്ചിട്ട് ഞാൻ കാണിക്കാം. കണ്ടോ കിടക്കുന്ന കണ്ടോ. മറ്റേ ഈ വര കിടക്കുന്നതാണ് നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടോ. ഉണ്ടോ അച്ഛന്മാരെ കണ്ടോ കണ്ടോ എല്ലാം 200 250 കണ്ടോ കിടക്കുന്ന കണ്ടോ സാധനം കണ്ടോ കണ്ടോ ഒന്നും ചത്തിട്ടില്ല കണ്ടോ കളി കണ്ടോ ഇത് കണ്ടോ. നമുക്ക് പയ്യെ എടുക്കട്ടെ കണ്ടോ. ഇത് കണ്ടോ കിടക്കുന്നേ. ഇത് കണ്ടോ കുഴപ്പമില്ലല്ലേ കട്ട് ചെയ്യുവല്ലേ. കരിയില് പോയില്ല അന്ന് പോണാണ്ടില്ലേ ഞങ്ങ തിരിച്ചു വരുമ്പോ ഒരു ഭയങ്കര കാറ്റ് വന്ന് ആ വലിയ കായലിൽ പെട്ടുപോയി. മതി എല്ലാം നല്ല സൈസാണ്. നല്ല സൈസാണ്.
അല്ല ഇതേ കണ്ട ഇനിയേ മറ്റേ നമ്മളിത് ഇപ്പം ശക്കര വറുത്തിട്ടുള്ള വല അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാലൻസ് ഫുള്ള് എടുത്തതിന് ശേഷം നമുക്ക് ബാലൻസ് മീൻ കാണാം. ഇതുണ്ട്, ഇത്ര സാധനമാണ് നമുക്ക് വല ഇട്ടിട്ട് കിട്ടിയത്. 10-13 കിലോ കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പയ്യെ ഇതുകൊണ്ട് പോവുകയാണ്. എന്നാ വില കിട്ടുന്നൊന്നും അറിയത്തില്ല. കണ്ടോ, മഴയായിപ്പോയി, അത് കാരണം നമുക്ക് വീഡിയോ കറക്റ്റായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല.